ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവൺ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പിസ്സ തയ്യാറാക്കാം. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിസ്സേൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു പിസ്സക്കുള്ള ഡോയാണ് ഞാൻ തയ്യാറാക്കുന്നത്. രണ്ടിന് വേണമെങ്കിൽ അളവ് കൂട്ടാം. ഈസ്റ്റ് കലക്കിയ വെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് മടക്കുന്ന രീതിയിൽ കുഴച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ടെടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 3-4 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ലത്. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പിസ്സക്കുള്ള പിസ്സ സോസ് തയ്യാറാക്കാം. സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തക്കാളി വെന്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. സോസ് തയ്യാറാക്കാൻ വേണ്ടി അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയിലിട്ട് അടിച്ചെടുത്ത തക്കാളിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിസ്സ സോസ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം.
ഈ സമയത്ത് നമ്മുടെ ഡോ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ ഡോ പരത്തി കൊടുക്കാം. ഇതുപോലെ കൈയില്ലാത്ത ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് വേവിക്കാം. നല്ല റൗണ്ടിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. സൈഡിലാവാതെ വേണം സോസ് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസാണ് കുറച്ചുകൂടി നല്ലത്. മുഴുവൻ ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അടുപ്പത്തൊരു ഫ്രൈ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 to 30 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിസ്സ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.